പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലേക്കുള്ള ചിത്രവും ഏകദേശം തെളിയുന്നു. ഇടത് സ്ഥാനാർത്ഥിയായി KJ ഷൈൻ ആയിരിക്കുമെന്ന കാര്യമാണ് ധാരണയായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP തന്നെ വരുമെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. സിറ്റിംഗ് MP ഹൈബി ഈഡനാണ് ഒപ്പമുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ഇല്ല, ഞാനിപ്പോൾ MP എന്നുള്ള രീതിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട മണ്ഡലത്തിലെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പദ്ധതികളും പാർലമെൻറ്റിൻ്റെ അകത്ത് ഉന്നയിച്ച വിഷയങ്ങളുമെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെ കരുതുകയാണ്. തീർച്ചയായിട്ടും പാർട്ടി ഒരു അവസരം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം വികസന വിഷയങ്ങൾ അതാര് തന്നെയാണെങ്കിലും MP എന്നുള്ള രീതിയിൽ വികസന വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളിലും MP എന്നുള്ള രീതിയിൽ എത്രത്തോളം എഫക്റ്റീവായിരുന്നു എന്ന ചർച്ച നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ പ്രവർത്തനവും എല്ലാം വിലയിരുത്തുന്ന ഒരു നല്ല രാഷ്ട്രീയ മത്സരമാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കൂടി ജാഗ്രതയോടെയാണെന്ന് തോന്നുന്നു. കാരണം സാമുദായിക സമവാക്യങ്ങൾ, മറ്റൊരു വനിതാ പ്രാതിനിധ്യം, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതൊക്കെ UDF സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളിയാകുമോ? അല്ല, ഇവിടെ മത്സരിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഞാൻ 2 തവണ അസംബ്ലിയിലേക്കും 1 തവണ പാർലമെൻറ്റിലേക്കും മത്സരിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അതിനുശേഷം അഡ്വക്കേറ്റ് M അനിൽകുമാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. പിന്നീട് വന്ന ശ്രീ P രാജീവ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്ര ചിഹ്നത്തിലോ പാർട്ടി ചിഹ്നത്തിലോ മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഹൈബി ഈഡൻ KJ ഷൈനെതിരെ മത്സരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്, പോരാട്ടമാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകണം എന്ന് തന്നെയാണ്. അതിൽ CPM അക്കാലത്തും അങ്ങനെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. പാർലമെൻറ്റ് മണ്ഡലത്തിൽ അങ്ങനെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാവും ഫോക്കസ് ചെയ്യുക, അല്ലേ? തീർച്ചയായിട്ടും പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ കോവിഡ് ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്തും MP എന്നുള്ള രീതിയിൽ നടത്തിയ ഇടപെടൽ, വികസന പദ്ധതികൾ, പാർലമെൻറ്റിൻ്റെ അകത്ത് റേസ് ചെയ്ത ഇഷ്യൂസ്, കോൺസ്റ്റിറ്റ്യുവൻസി റിലേറ്റഡ് ഇഷ്യൂസ്, നാഷണൽ ഇഷ്യൂസ്, സ്റ്റേറ്റ് ലെവൽ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്, അതെല്ലാം ചർച്ച ചെയ്യണം. കഴിഞ്ഞ തവണ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നു KV തോമസ് മാഷ്. ഇപ്പോൾ അദ്ദേഹം മറുചേരിയിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? കഴിഞ്ഞ തവണയും ഇതേ ചോദ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇനിയും അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. UDF സ്ഥാനാർത്ഥി ആരായിരുന്നാലും വിജയം സുനിശ്ചിതം, മുൻപത്തേക്കാൾ തിളക്കത്തോടെ. UDFൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സിറ്റിംഗ് സീറ്റിൽ UDFൻ്റെ പൊന്നാപുരം കോട്ടയിൽ നിന്ന് തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കും.